മൂന്നാറിൽ വീണ്ടും ജനവാസ മേഖലയിൽ എത്തി ഭീതി പരത്തി കാട്ടാന. മൂന്നാർ നല്ലതണ്ണി ITDക്ക് സമീപമുള്ള വീടുകൾക്കരികിലാണ് കാട്ടാന ഇറങ്ങിയത്. പുലർച്ചെ 5 മണിയോടെ എത്തിയ കാട്ടാന ഏറെ സമയം പ്രദേശവാസികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി. പിന്നീട് വനംവകുപ്പ് എത്തിയ ആനയെ കാട്ടിലേക്ക് തുരത്തി. വേനൽ കനത്തതോടെ മൂന്നാർ മേഖലയിൽ വന്യജീവികൾ കൂടുതലായി കാടിറങ്ങുകയാണ്. കാട്ടാന ശല്യമാണ് അതിരൂക്ഷം. ദിവസവും ജനവാസ മേഖലകളിൽ കാട്ടാനകളെത്തി ഭീതി പരത്തുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. മൂന്നാർ നല്ലതണ്ണി ITDക്ക് സമീപമുള്ള വീടുകൾക്കരികിലാണ് ഒടുവിൽ കാട്ടാന ഇറങ്ങിയത്. പുലർച്ചെ 5 മണിയോടെ എത്തിയ കാട്ടാന ഏറെ സമയം പ്രദേശവാസികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി. പിന്നീട് വനംവകുപ്പെത്തി ആനയെ കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു. പടയപ്പയടക്കമുള്ള ഒറ്റയാന്മാർ ജനവാസ മേഖലയ്ക്കരികിൽ നിന്നും പിൻവാങ്ങാത്ത സ്ഥിതിയുണ്ട്. രാപ്പകൽ വ്യത്യാസമില്ലാതെ വന്യജീവികളെ ഭയന്ന തോട്ടം തൊഴിലിൽ ഏർപ്പെടേണ്ട സാഹചര്യമാണുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. ரொம்ப ஆனை சல்லியமா இருக்கு, வேலைக்கு போக முடியல. காட்டுலயும் போனாலும் அதே தான், ஆனை 3 மணிக்கெல்லாம் ஆனை வந்துடுது காட்டுக்கு. மாடு ஆனை இதே ஒரு பயந்து தான் வேலை செய்கிறோம். காட்டில் உயிரை கையில் பிடிச்சிக்கிட்டு வேலை செய்கிறோம் நாங்கள். കാട്ടാനകളെ ഭയന്ന് രാത്രികാലങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുകയാണ്. പോയ വേനൽക്കാലത്ത് കാട്ടാനക്കലിയിൽ മൂന്നാർ മേഖലയിൽ മനുഷ്യജീവൻ പൊലിയുന്ന സാഹചര്യവും ഉണ്ടായി. വേനൽ കനക്കുന്നതോടെ കാട്ടാനയും പുലിയുമൊക്കെ കൂടുതലായി കാടിറങ്ങുമോ എന്ന ആശങ്ക കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു.